നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 17-ാമത്തെ അധ്യായം മാർഗശീർഷ ശുക്ലദ്വാദശി വ്രതം. ഗംഗാമഹാത്മ്യത്തെക്കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ നാരദൻ വിഷ്ണുപ്രീതികരങ്ങളായ വ്രതങ്ങളെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടു. സനകൻ പറഞ്ഞു, അങ്ങ് വിഷ്ണുഭക്തൻ തന്നെ. വിഷ്ണു കഥകൾ എത്ര കേട്ടിട്ടും തൃപ്തി വരുന്നില്ലല്ലോ. ലോകോപകാരകങ്ങളും വിഷ്ണു പ്രീതികരങ്ങളുമായ വ്രതങ്ങളെക്കുറിച്ച് പറയാം. ഇതുകൊണ്ട് ഇഹലോകത്തിലും പരലോകത്തിലും സുഖവും തപോവൃദ്ധിയും ഉണ്ടാകും. ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ദ്വാദശി നാൾ ഉപവസിച്ച് വിഷ്ണു പൂജ ചെയ്താൽ പരമപദത്തിലെത്തും. കുളിച്ച് വെളുത്ത വസ്ത്രമെടുത്ത് സുഗന്ധപുഷ്പങ്ങൾ, അക്ഷതം, ധൂപം, ദീപം എന്നിവയോടൊപ്പം ദേവന് നിവേദ്യം അർപ്പിക്കണം. ഭക്തിയോടെ മിണ്ടാതെ വിഷ്ണുവിനെ പൂജിക്കണം. എള്ള്, നെയ്യ് തുടങ്ങിയവ 108 പ്രാവശ്യം ഹോമിക്കണം. രാത്രിയിൽ സാളഗ്രാമത്തിൻ്റെ സമീപത്ത് ഉറങ്ങാതെ ഇരിക്കണം. 16 ഇടങ്ങഴി പാലിൽ നാരായണനെ അഭിഷേകം ചെയ്യണം. ഗീതം, വാദ്യം, നിവേദ്യം എന്നിവ കൊണ്ട് 3 നേരവും ലക്ഷ്മിയോടുകൂടി വിഷ്ണുവിനെ പൂജിക്കണം. പിറ്റേ ദിവസം രാവിലെയും തലേ ദിവസത്തെ പോലെ തന്നെ പൂജ ചെയ്യണം. ബ്രാഹ്മണന് നെയ്യും നാളികേരവും ചേർത്ത പായസവും ദക്ഷിണയും കൊടുക്കണം. കേശിഹന്താവായ കേശവൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് കഴിവിനനുസരിച്ച് ബ്രാഹ്മണ പൂജനം നടത്തണം. നാരായണനെ തന്നെ മനസ്സിൽ വിചാരിച്ച് ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ വ്രതമനുഷ്ഠിക്കുന്ന ആൾക്ക് പൗണ്ഡരീക യാഗത്തിൻ്റെ 8 ഇരട്ടി പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. പൗഷമാസത്തിലെ ദ്വാദശിയിലും നമോ നാരായണായ എന്നുരുവിട്ട് ഹരിപൂജ ചെയ്യണം. പാലഭിഷേകം ചെയ്ത് പായസ നിവേദ്യം അർപ്പിക്കണം. 3 നേരവും പൂജിച്ച് രാത്രി ഉറക്കമുളച്ചിരുന്ന് ധൂപം, ദീപം, പൂക്കൾ, തൃണങ്ങൾ, ഗീതം, വാദ്യം, സ്തോത്രം എന്നിവ കൊണ്ട് അർച്ചിക്കണം. നെയ്യും ദക്ഷിണയും ചേർത്ത് കൃസരാനം ബ്രാഹ്മണന് കൊടുക്കണം. കൃസരാനം കൊണ്ട് സനാതനൻ നാരായണൻ അത്യധികം സന്തുഷ്ടനാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരു ബ്രാഹ്മണന് ദാനം കൊടുത്ത് യഥാശക്തി മറ്റു ബ്രാഹ്മണർക്ക് അന്നദാനവും നടത്തണം. എന്നിട്ട് ബന്ധുക്കളോടൊപ്പം പ്രതി ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ നാരായണ പൂജ ചെയ്താൽ 8 അഗ്നിഷ്ടോമം നടത്തിയതിൻ്റെ പ്രയോജനം കിട്ടും. മാഘമാസത്തിലെ ശുക്ലദ്വാദശിയിലും നമസ്തേ മാധവായ എന്ന് 8 പ്രാവശ്യം ഹോമിച്ച് ഗന്ധമാല്യാദികളെ കൊണ്ട് പൂജിച്ച് രാത്രി ഉറക്കമളിച്ച് 16 ഇടങ്ങൈ എള്ള് വിപ്രന് ദാനം ചെയ്ത് ദക്ഷിണയും വസ്ത്രവും കൊടുത്ത് തിലദാനം കൊണ്ട് ഭഗവാൻ പ്രസാദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. മാധവനെ ഓർത്തുകൊണ്ട് തന്നെ ബ്രാഹ്മണ ഭോജനവും നടത്തണം. ഇങ്ങനെ തിലദാനം നടത്തി ആചരിക്കുന്ന ശുക്ലദ്വാദശിക്ക് 100 അശ്വമേധ യാഗങ്ങളുടെ മുഴുവൻ ഫലവും ലഭിക്കും. ഫാൽഗുനമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയിൽ ഗോവിന്ദായ തുഭ്യം നമ എന്ന് മന്ത്രിച്ച് പ്രാർത്ഥിക്കണം. 108 പ്രാവശ്യം ഹോമിച്ച് നെയ്യും വെള്ളും കൊണ്ട് ആഹൂതി അർപ്പിച്ച് ഉറക്കമിളച്ച് 3 നേരവും പൂജ നടത്തി ആടകം, ധാന്യം ദാനം ചെയ്ത് ദക്ഷിണയും വസ്ത്രവും കൊടുക്കണം. ഈ ധാന്യദാനത്തിലൂടെ എന്നിൽ അങ്ങ് പ്രസാദിച്ചാലും എന്ന് പ്രാർത്ഥിക്കണം. ഗോമേധയാഗത്തിൻ്റെ പുണ്യമാണ് ഇതുകൊണ്ട് നേടുക. ചൈത്രമാസത്തിൽ നമോസ്തു വിഷ്ണവേ തുഭ്യം എന്ന് ചൊല്ലി ആടകം, അരി ദാനം ചെയ്യണം. പ്രാണൻ നൽകുന്ന സർവവല്ലഭനായ ഹരി തണ്ടുലദാനത്താൽ സംപ്രീതനാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. 8 അഗ്നിഷ്ടോമങ്ങളെക്കാൾ കൂടുതൽ പുണ്യമാണ് ലഭിക്കുക. വൈശാഖമാസത്തിൽ 1 ദ്രോണം പാലിൽ വാസുദേവനെ കുളിപ്പിച്ച് ജാഗരണവും ത്രികാല പൂജയും ചെയ്ത് നമസ്തേ മധുഹന്ത്രേ എന്ന് ചൊല്ലി നെയ്യ് ഹോമിക്കണം. മധുസൂദനനെ 108 പ്രാവശ്യം പൂജിക്കണം. 8 അശ്വമേധങ്ങളുടെ ഫലം ലഭിക്കും. ജ്യേഷ്ഠമാസത്തിൽ ആടകം പാലുകൊണ്ടാണ് ദേവനെ കുളിപ്പിക്കേണ്ടത്. നമസ്ത്രി വിക്രമായ എന്ന് പൂജിക്കണം. പായസം കൊണ്ട് 108 പ്രാവശ്യം ഹോമിക്കണം. ദക്ഷിണയോടെ 20 അപൂപങ്ങളാണ് ദാനം ചെയ്യേണ്ടത്. ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്ത് താനും ഭക്ഷിക്കണം. ഇങ്ങനെ വ്രതമാചരിച്ചാൽ 8 നരമേധങ്ങളുടെ ഫലം അനുഭവിക്കും. ആഷാഢമാസത്തിലെ ശുക്ലദ്വാദശിയിൽ വാമനനെ പൂജിക്കണം. കറുക, നെയ്യ് എന്നിവ 108 പ്രാവശ്യം ഹോമിക്കണം. തൈര് ചേർത്ത ഭക്ഷണവും നാളികേരവും വാമന പൂജ ചെയ്യുന്ന ബ്രാഹ്മണന് കൊടുക്കണം. ബുദ്ധിയുണ്ടാക്കുന്ന വാമനൻ എല്ലാ ദ്രവ്യങ്ങളിലും അധിവസിക്കുന്നു. താരകനായ വാമനന് നമസ്കാരം എന്ന് ജപിക്കണം. 100 അഗ്നിഹോത്രങ്ങളുടെ ഫലം ലഭിക്കും. ശ്രാവണമാസത്തിൽ തേനും പാലും ചേർത്താണ് കുളിപ്പിക്കേണ്ടത്. നമോസ്തു ശ്രീധരായ എന്നാണ് സ്തുതി. 108 പ്രാവശ്യം വൃഷധാജ്യം ഹോമിക്കണം. സ്വർണ്ണകുണ്ടലങ്ങളും വസ്ത്രവുമാണ് ദക്ഷിണ. ക്ഷീരാബ്ദിയിൽ പള്ളിക്കൊള്ളുന്ന വിഷ്ണു ക്ഷീരദാനം കൊണ്ട് സന്തുഷ്ടനാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. 1000 അശ്വമേധങ്ങളുടെ ഫലം ലഭിക്കും.
ഭാദ്രപദ മാസത്തിൽ ഒരു ദ്രോണം പാലിൽ വേണം അഭിഷേകം നടത്താൻ. ഋഷികേശ നമസ്തുഭ്യം എന്ന മന്ത്രം. തേൻ ചേർത്ത ചോറുകൊണ്ട് 108 ഹോമം. 1.5 അടങ്ങും ഗോതമ്പാണ് ദാനമായി കൊടുക്കേണ്ടത്. ഗോതമ്പ് ദാനം ചെയ്ത് എനിക്ക് എല്ലാ സുഖങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥന. അശ്വിനമാസത്തിൽ നമസ്തേ പത്മനാഭായ എന്ന് എള്ള്, അരി, യവം, നെയ്യ് എന്നിവ കൊണ്ട് സേവിക്കണം. ഒരു ഉടവം, അതായത് നാഴി മധു ദക്ഷിണയോടൊപ്പം നൽകണം. മധുദാനം കൊണ്ട് എനിക്ക് സർവ്വസുഖങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. 1000 ബ്രഹ്മവേദത്തിൻ്റെ ഫലം ലഭിക്കും. കാർത്തിക മാസത്തിൽ ആടകം അളവ് പാലോടെ തൈരോ തേനോ കൊണ്ട് അഭിഷേകം ചെയ്യണം. നമോ ദാമോദരായ എന്ന് ഭക്തിയോടെ ജപിക്കണം. മധു, നെയ്യ്, തിലം എന്നിവ ആഹൂതി സമർപ്പിക്കണം. 5 തരം ഭക്ഷണ സാധനങ്ങൾ ചേർത്ത് ഭക്ഷണം കൊടുക്കണം. സർവകാരണനും ശരണാഗത പാലകനുമായ ദാമോദരൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ബ്രാഹ്മണന് ദക്ഷിണയും ദാനവും നടത്തി ബ്രാഹ്മണ ഭോജനം കൊടുത്ത് ബന്ധുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കണം. 1000 അശ്വമേധം നടത്തിയാൽ ഉണ്ടാകുന്നതിൻ്റെ ഇരട്ടി ഫലം നേടാം. ഇങ്ങനെ ഒരു വർഷം മുഴുവൻ ദ്വാദശി വ്രതം ആചരിക്കുന്നവന് പരമപദം തീർച്ചയായും കിട്ടും. 1 മാസമോ 2 മാസമോ ചെയ്താലും അതിനനുസരിച്ച് ഫലം കിട്ടുന്നതായിരിക്കും. മാർഗശീർഷത്തിലെ കർത്തവർഷത്തിലെ ദ്വാദശിയിൽ പല്ലു തേച്ച് കുളിച്ച് വെളുത്ത വസ്ത്രവും മാലയും ധരിച്ച് വെളുത്ത സുഗന്ധദ്രവ്യങ്ങൾ പൂശി ഭംഗിയുള്ള ഒരു ചതുരശ്ര മണ്ഡപം പണിയിക്കണം. മണിയും ചാമരവും കിങ്ങിണിയും കൊണ്ട് അലങ്കരിക്കണം. പുഷ്പമാലകളും ഒടിക്കൂറകളും വേണം. നിരയായി ദീപങ്ങൾ കൊളുത്തി വെളുത്ത വസ്ത്രം കൊണ്ട് മൂടണം. നടുവിൽ ഭംഗിയായി സർവ്വതോഭദ്രം വരയ്ക്കണം. അതായത് പ്രത്യേക തരത്തിൽ പല നിറങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന കോലാണ് സർവ്വതോഭദ്രം. അവിടെ 12 ജലകുംഭങ്ങൾ വെക്കണം. ഒറ്റ വെളുത്ത വസ്ത്രം കൊണ്ട് എല്ലാ കുടങ്ങളും മൂടണം. പഞ്ചരത്നങ്ങളോട് കൂടിയതായിരിക്കണം കുംഭങ്ങൾ. സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവയിൽ ഏതെങ്കിലും ലോഹം കൊണ്ട് ലക്ഷ്മീനാരായണ വിഗ്രഹമുണ്ടാക്കി കുംഭത്തിന് മുകളിൽ വെക്കണം. വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ വിലയ്ക്ക് തുല്യമായ സ്വർണമായാലും മതി. ഏത് വ്രതത്തിലായാലും പിശുക്ക് കാണിക്കരുത്. പിശുക്ക് കാണിച്ചാൽ ആയുസ്, ധനം, സമ്പത്ത് എന്നിവയ്ക്കൊക്കെ ക്ഷയം സംഭവിക്കാം. അനന്തശേര രൂപത്തിലുള്ള വിഷ്ണുവിനെ പഞ്ചാമൃതം കൊണ്ടാണ് ആദ്യം അഭിഷേകം ചെയ്യേണ്ടത്. കേശവാദികളായ പേരുകളും ചൊല്ലാവുന്നതാണ്. പുരാണകഥകൾ കേട്ട് രാത്രി ഉണർന്നിരിക്കണം. ഉപവാസത്തോടെ ജിതേന്ദ്രിയനായി വർത്തിക്കണം. എത്രയും വിഭവങ്ങൾ ചേർത്ത് 3 നേരവും പൂജിക്കണം. രാവിലെ പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് 1000 തിലഹോമങ്ങൾ ദ്വിജന്മാരെ കൊണ്ട് ചെയ്യിക്കണം. വീണ്ടും ഗന്ധപുഷ്പാദികളെ കൊണ്ട് അർച്ചന നടത്തി ദേവന്റെ മുമ്പിൽ തന്നെ പുരാണ പാരായണം ചെയ്യണം. 12 ബ്രാഹ്മണർക്ക് തൈര് കൂട്ടി പായസത്തോടെ ഭക്ഷണം കൊടുത്തിട്ട് 10 അപ്പവും നെയ്യും ദക്ഷിണയും കൊടുക്കണം. ദേവദേവനായ ജഗന്നാഥ, ഈ സമ്മാനങ്ങളെല്ലാം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ച് അഭീഷ്ടങ്ങളെല്ലാം സാധിച്ചു തന്നാലും എന്ന് തൊഴുകയോടെ ഭൂമിയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണം. നമോ നമസ്തേ സുരരാജരാജ നമോസ്തുതേ ദേവജഗന്നിവാസ പുരുഷ സമ്പൂർണ്ണ ഫലം മമാദ്യ നമോസ്തു തുഭ്യം പുരുഷോത്തമായ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലക്ഷ്മി സഹിതനായി വിഷ്ണുവിന് പൂജ കൊടുക്കണം. ലക്ഷ്മീപദേ നമസ്തുഭ്യം ക്ഷീരാർണവനിവാസിനി ഹർഗ്യം ഗ്രഹാണ ദേവേശ ലക്ഷ്മ്യാജ സഹിത പ്രഭോ യസ്യ സ്തുത്യാജ നാമോക്ത്യ തപോ യജ്ഞക്രിയാദിഷു നൂനം സമ്പൂർണതാം യാതി സദ്യോ വന്ദേതമച്യുതം. പാലാഴിയിൽ അധിവസിക്കുന്ന ലക്ഷ്മി സഹിതനായി വിഷ്ണു എന്നിൽ നിന്ന് പൂജ സ്വീകരിച്ചാലും അങ്ങയുടെ സ്തുതി ഞങ്ങളെ പൂർണ്ണതയിൽ എത്തിക്കുമല്ലോ എന്ന് ചൊല്ലി പൂജയ്ക്ക് ഉപയോഗിച്ച മുഴുവൻ വസ്തുക്കളോടൊപ്പം പ്രതിമയും ദക്ഷിണയും കൊടുക്കണം. മിണ്ടാതിരുന്ന ബന്ധുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കണം. വൈകുന്നേരം വരെ വിദ്വാൻമാരോടൊപ്പം വിഷ്ണു കഥകൾ കേട്ടിരിക്കണം. ഇങ്ങനെ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഇഹലോകത്തിലും പരലോകത്തിലും 21 കുലത്തോടൊപ്പം വിഷ്ണുഭവനം പ്രാപിക്കാം. അശ്വമേധ ഫലമാണ് ഇത് കേൾക്കുന്നവനും വായിക്കുന്നവനും. ഇതോടുകൂടി 17ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.